ഹലോ ഗായ്സ്, ഞാനും മിസ്റ്റർ ഹസ്ബൻഡും ഇന്ന് മൂന്നാർ പോവാണ് കേട്ടോ. പെട്ടെന്ന് പ്ലാൻ ചെയ്ത ട്രിപ്പ് ആയതുകൊണ്ട് ഒരു പ്രിപ്പറേഷനും ഉണ്ടായിരുന്നില്ല. രാവിലെ ഇറങ്ങണം എന്ന് വെച്ച് അതും നടന്നില്ല. ഉച്ചയ്ക്കാണ് കേട്ടോ ഇറങ്ങിയത്. പിന്നെ ഏതോ കടയിൽ നിന്ന് ഊണും ബീഫ് ഫ്രൈയും കഴിച്ചു. ബീഫ് ഫ്രൈ ഇവിടുത്തെ കിടലമായിരുന്നു, പക്ഷേ കടയുടെ പേര് ഓർമ്മയില്ല കേട്ടോ. അവിടെ നിന്ന് ഒരു ഐസ്ക്രീം മേടിച്ച് കുടിച്ചിട്ട് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഫസ്റ്റ് ടൈമാണ് മൂന്നാർ പോകുന്നത്. അവൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ ശരിക്കും കുരങ്ങന്മാരാണ്. ഞാൻ ആറ്റുനോച്ചിരുന്നിട്ടാണ് ഒന്നിനെ കണ്ടത് കേട്ടോ. ഇവിടെ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്. ഉള്ള കുരങ്ങന്മാരൊക്കെ കാട്ടിൽ കയറി പോയെന്നാണ് തോന്നുന്നത്. ഇത് ചീയപ്പാറ വാട്ടർഫോൾസാണ്. കിടിലാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഈ വാട്ടർഫോൾസിൻ്റെ അടുത്ത് തന്നെ കുറേ കടകളുണ്ട് കേട്ടോ. മാഗി, കോണ്, അച്ചാർ ഐറ്റംസ് ഒക്കെ, ഉപ്പിലിട്ട ഐറ്റംസ്. അവിടെ നല്ല ചൂട് കോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തണുപ്പത്ത് ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഈ ചൂടുള്ള ഐറ്റംസ് ഒക്കെ കഴിക്കാൻ വല്ലാത്തൊരു ഫീലിംഗ് ആണ് കേട്ടോ. പക്ഷേ ഇതിന് ചൂട് ഇച്ചിരി കൂടിപ്പോയി. എൻ്റെ അണ്ണൊക്കെ കിടിലുമായിട്ട് പൊള്ളിയിട്ടുണ്ട്. ഞാൻ അപ്പാടെ എടുത്ത് അവന് കൊടുത്തു. വാട്ടർഫോൾസൊക്കെ കണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. നമ്മുടെ അക്കോമഡേഷനിൽ എത്താൻ വേണ്ടിയിട്ട് ഇനിയും കുറേ ട്രാവൽ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ കോടയൊക്കെ കണ്ട് പോയി. നമ്മുടെ റേഞ്ചൊക്കെ ഇടയ്ക്ക് വെച്ച് കട്ടായിട്ടുണ്ടായിരുന്നു. ലൊക്കേഷൻ അറിഞ്ഞുകൂടാ. അങ്ങനെ കുറേ പെട്ടു. ഇടയ്ക്ക് മ്ലാവൊക്കെ വന്ന് ഇരുട്ടത്ത് ചാടുകയൊക്കെ ചെയ്തു. അതിൻ്റെ ഫോട്ടേജ് ഒന്നും ഈ ടെൻഷനിൽ എടുക്കാൻ വിട്ടുപോയിട്ട് അറ്റ്ലാസ്റ്റ് നമ്മൾ അക്കോമഡേഷനിലെത്തി. ഫുഡ് അവിടെ നിന്ന് തന്നെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു കേട്ടോ ഇവിടുത്തെ. മൂന്നാറിൽ നൈറ്റ് ലൈഫ് ഒന്നും ഇല്ല കേട്ടോ. രാത്രി കോട ഇറങ്ങുന്നുണ്ട്, നമുക്ക് എവിടെയും പോകാൻ പറ്റത്തില്ല. പിന്നെ അങ്ങനെ കിടന്നിറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ്. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലം കേട്ടോ. നല്ല വ്യൂ ആയിരുന്നു അവിടത്തേക്ക്. പിന്നെ രാവിലെ ഇറങ്ങി പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് കണ്ടു. ആ തടാകം പോകുന്ന നടക്കൂടെ, ഇത് ഭംഗിയല്ലേ.